ഹലോ ഗൈസ്, ഞങ്ങളുടെ ചാനലായ റിനു റിച്ചു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ യാത്ര പോയതിൻ്റെ ഒരു ഫൈനൽ പാർട്ടുമായിട്ടാണ്. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് പാലക്കാട് നിന്നാണ്. അതിനായി ഞങ്ങൾ ആദ്യം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് 100 രൂപയ്ക്ക് മധുരയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. പിന്നീട് ഉച്ച സമയത്താണ് ഞങ്ങൾ മധുരയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം മധുരയിൽ നിന്ന് കഴിച്ചു. പിന്നീട് മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റും 100 രൂപ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ രാമനാഥപുരത്ത് ചെന്നിറങ്ങി. പിന്നീട് രാമനാഥപുരത്ത് നിന്ന് ഏർവാടിയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏർവാടിയിലേക്ക് ബസ്സും ഓട്ടോയും നമുക്ക് ലഭ്യമാണ്. രാമനാഥപുരത്ത് നിന്നും ഏർവാടിയിലേക്ക് 25 രൂപയാണ് ബസ്സുകാർ നമുക്ക് ഈടാക്കുന്നത്. അതുപോലെ തന്നെ 700 രൂപയാണ് അവിടെയുള്ള ഓട്ടോക്കാർ നമുക്ക് ഈടാക്കുന്നത്. ഞങ്ങൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏർവാടിയിലേക്ക് ബസ്സിനാണ് പോയത്. ആദ്യം ബസ്സിൽ കയറുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടില്ല. പിന്നീട് കീഴക്കര എന്ന സ്ഥലത്ത് വെച്ചാണ് നമുക്ക് സീറ്റ് കിട്ടുക. കാരണം ഞങ്ങൾ കയറിയത് ബസ് സ്റ്റാൻഡിൽ നിന്നല്ല. ബസ് സ്റ്റാൻഡിൽ നിന്നോ കീഴക്കര എന്ന സ്റ്റോപ്പിൽ നിന്നോ കയറുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സീറ്റുകൾ ലഭ്യമാവുക. പിന്നീട് ഞങ്ങൾ ഏർവാടിയിലെത്തി. അവിടെ ഷിഫ റെസിഡൻസി എന്ന ലോഡ്ജിൽ ഞങ്ങൾ റൂമെടുത്തു. പിന്നീട് ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീട് പിറ്റേ ദിവസം ഞങ്ങൾ ഏർവാടി ദർഗയിലേക്ക് പോയി. അവിടെ നടക്കുന്നതെല്ലാം ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. പിന്നീട് അവിടെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ലോഡ്ജിലേക്ക് തന്നെ തിരികെ പോന്നു. പിന്നീട് ഞങ്ങൾ ഏർവാടിയുടെ തൊട്ടടുത്തുള്ള കൊടിമരം ബീച്ചിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്ന് കാട്ടുപള്ളിയിലേക്കും പോയി. ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോയിരുന്നത്. ഏർവാടിയിൽ നിന്നും നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലങ്ങളിലേക്ക്. പക്ഷേ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. പിന്നീട് കാട്ടുപള്ളിയിൽ കുറച്ചു നേരം ഇരുന്ന് അവിടെ നിന്ന് വീണ്ടും ലോഡ്ജിലേക്ക് തിരികെ പോന്നു. പിന്നീട് ഞങ്ങൾ ഏർവാടിയിൽ നിന്ന് ബസ്സിൽ തന്നെ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. ഇനി രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനായി ഞങ്ങൾ ആദ്യം രാമനാഥപുരത്തു നിന്നും രാമേശ്വരത്തേക്കുള്ള 35 രൂപയുടെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്തെത്തി. പിന്നീട് ഞങ്ങളുടെ പ്ലാൻ അവിടെ മൊത്തം ചുറ്റിക്കറങ്ങാനായിരുന്നു. അതിനായി ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ധനുഷ്കോടി. ധനുഷ്കോടിയിലേക്ക് പോവാൻ അവിടെയുള്ള ഓട്ടോറിക്ഷക്കാർ ഈടാക്കുന്നത് 1500 രൂപയാണ്. ഈ ഓട്ടോറിക്ഷയിൽ 10 പേർക്കാണ് സഞ്ചരിക്കാൻ പറ്റുക. നിങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിൽ 2800 രൂപയ്ക്ക് അവിടെ നിന്ന് ട്രാവലർ ലഭ്യമാണ്. ഞങ്ങൾ രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്ക് പോയത് ഒരു ട്രാവലർ എടുത്തിട്ടാണ്. കാരണം ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ധനുഷ്കോടിയിലേക്കാണ്. ധനുഷ്കോടിയിലേക്ക് എത്തുന്നതിന് മുമ്പായി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ ഇറങ്ങി. ഈ ഹോട്ടലിൽ അവർ പാചകം ചെയ്യുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ധനുഷ്കോടി ഡേഡ് ഇൻഡ് ഓഫ് ഇന്ത്യ എന്ന സ്ഥലത്തേക്ക് പോയി. ഈ സ്ഥലത്ത് നമുക്ക് കൂടുതലും ലഭ്യമാകുന്നത് കടലിൽ നിന്നെടുത്ത സാധനങ്ങൾ തന്നെയാണ്. അതായത് ശംഖ്, പിന്നെ ഒരുപാട് ഷെല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഹോം ഡെക്കറേഷൻ ഐറ്റംസ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് ധനുഷ്കോടിയിൽ കൂടുതലായും ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നീട് ഞങ്ങൾ പോയത് 1964 ആ ചുഴലിക്കാറ്റിൽ ധനുഷ്കോടിയിൽ അധികം കേടുപാടുകളൊന്നും പറ്റാതെ നിലനിന്ന ഒരു അമ്പലമുണ്ട്. കോദാഗ്രാമർ ടെമ്പിൾ എന്നാണ് അതിന്റെ പേര്. ഈ ടെമ്പിളിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. പിന്നീട് ഈ ടെമ്പിൾ സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് പോർച്ചുഗീസ് ചർച്ചിലേക്കാണ്. ഈ ചർച്ചിന്റെ പുറകു വശത്തായി ഒരു ബീച്ച് കാണാം. ഈ ചർച്ചിന്റെ പുറകിലൂടെ ബീച്ചിലേക്ക് പോകുമ്പോൾ അതിന്റെ ഇരുവശത്തുമായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ലഭ്യമാണ്. അവിടെ കൂടുതലായും കാണാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ശംഖ്, പിന്നീട് വിവിധ തരം ഷെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റൂം ഡെക്കറേറ്റീവ് ഐറ്റംസ്, അങ്ങനെ പലതുമാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന സാധനങ്ങൾ.
പിന്നീട് അവിടെ നിന്ന് ധനുഷ്കോടി മെമ്മറി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരുപാട് മാഗ്നറ്റിക് ഐറ്റംസും അവിടെ ലഭ്യമാണ്. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ പോയത് APJ അബ്ദുൽ കലാമിൻ്റെ വീടായ മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയത്തിൽ APJ അബ്ദുൽ കലാമിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇങ്ങനെ മ്യൂസിയം കണ്ടതിന് ശേഷം ഞങ്ങൾ രാമേശ്വരം ടെമ്പിളിലേക്ക് പോയി. ഈ ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് രാമേശ്വരം ടെമ്പിൾ ബീച്ച്. ഈ സ്ഥലം കാണാൻ ഭയങ്കര മനോഹരമാണ്. ഞങ്ങൾ അവിടെ ലാസ്റ്റ് പോയ സ്ഥലമാണ് രാമേശ്വരം ടെമ്പിൾ. ഈ രാമേശ്വരം ടെമ്പിളിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ട്രാവലറിനെ തിരിച്ചയച്ചു. ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് രാമേശ്വരം ടെമ്പിളിലേക്കും ടെമ്പിൾ ബീച്ചിലേക്കും ഏകദേശം 200 മീറ്ററിൻ്റെ അടുത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് രാമേശ്വരം ടെമ്പിളിലേക്ക് നടന്നാണ് പോയത്. പിന്നീട് രാമേശ്വരം ടെമ്പിൾ കണ്ടതിന് ശേഷം തൊട്ടടുത്തുള്ള ടെമ്പിൾ ബീച്ചിലേക്ക് പോയി. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു. ഈ രാമേശ്വരം ടെമ്പിൾ ബീച്ച് കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് പോകേണ്ടത് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. രാമേശ്വരം ടെമ്പിൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷക്കാർ ഈടാക്കുന്നത് 150 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നീട് രാമേശ്വരത്ത് നിന്ന് മധുരയിലേക്കുള്ള ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. ഈ ടിക്കറ്റിൽ ഒരാൾക്ക് 160 രൂപയാണ്. ഇങ്ങനെ ഈ ടിക്കറ്റിൽ ഞങ്ങൾ രാമേശ്വരത്ത് നിന്ന് മധുരയിലേക്ക് പോയി. പിന്നീട് മധുരയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ ടിക്കറ്റാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷേ ആ ട്രെയിൻ ക്യാൻസലായി. അതുകൊണ്ട് ഞങ്ങൾ മധുരയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഈ ടിക്കറ്റിൽ ഒരാൾക്ക് 90 രൂപയാണ് ഈടാക്കുന്നത്. ഞങ്ങളുടേത് ജനറൽ ടിക്കറ്റ് ആയതുകൊണ്ടാണ് 90 രൂപ അവർ ഈടാക്കിയത്. സ്ലീപ്പറിൽ ഒരിക്കലും 90 രൂപക്ക് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ലഭ്യമല്ല. ഇങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ വന്നിറങ്ങി. പിന്നീട് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് 35 രൂപയ്ക്കാണ് ഞങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തത്. ഇങ്ങനെ ഞങ്ങൾ പാലക്കാട്ടേക്ക് എത്തി. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ കാർ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ. ഇത് ഞങ്ങളുടെ യാത്രയുടെ ഫൈനൽ പാർട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.